ഇനി എനിക്കൊരു ചോദ്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയോട്. നിങ്ങൾ ഈ 4ാം വാർഷികം പ്രമോഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ടോ? പരസ്യമല്ലാതെ വാർഷികാഘോഷങ്ങൾ പ്രൈം ടൈമിൽ കാണിക്കണം, ചാനലുകളിൽ നോൺ പ്രൈം ടൈമിൽ കാണിക്കണം, അതിന്റെ ഡോക്യുമെന്ററി പോലെ ചെയ്യണം, മന്ത്രിമാരെ പ്രൊമോട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങൾ പരസ്യമല്ലാതെ, പരസ്യം കൊടുത്തോട്ടെ, എല്ലാ സർക്കാരുകളും പരസ്യം കൊടുക്കും, പരസ്യമല്ലാതെ നിങ്ങൾ പണം കൊടുക്കുന്നുണ്ടോ? ആലപ്പുഴ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലാണ് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ചെറിയ ആരോപണമല്ല, മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയാണ് ആരോപണം. മാധ്യമ സ്ഥാപനങ്ങൾ കൈക്കൂലി വാങ്ങുന്നു സർക്കാരിൽ നിന്ന്. എന്തിനു വേണ്ടി? സർക്കാരിന് അനുകൂലമായി വാർത്ത എഴുതാൻ. ഇതാണ് ആരോപണം. മാധ്യമ സ്ഥാപനങ്ങൾ സർക്കാരിൽ നിന്ന് പണം കൈപ്പറ്റുന്നു, സർക്കാരിന് അനുകൂലമായി, മന്ത്രിമാർക്ക് അനുകൂലമായി, മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും പുകഴ്ത്താൻ പ്രത്യേകം ഫണ്ട് വാങ്ങിയിട്ടാണ് വാർത്തകൾ ചെയ്യുന്നത് മാധ്യമ സ്ഥാപനങ്ങൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപണം ഉന്നയിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ മുന്നിലാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ചോദ്യം വരും. ചോദ്യം ഉയർന്നു വരികയും ചെയ്തു. മാധ്യമ സ്ഥാപനങ്ങൾ കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്നാണോ താങ്കൾ പറയുന്നത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവിനോട് മാധ്യമ പ്രതിനിധികൾ ചോദിച്ചത്. മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയും പറഞ്ഞത് അബദ്ധമായി പോവുകയും ചെയ്തു എന്ന് വി ഡി സതീശന്റെ വാക്കുകളിൽ നിന്ന് സ്പഷ്ടമാണ്. അതോടൊപ്പം തന്നെ ശരീരഭാഷയിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കുകയും ചെയ്യാം. അതും കൂടി കേൾക്കുക. ഇപ്പോഴേ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് സാധാരണ പരസ്യം കൊടുക്കാറുണ്ട് സർക്കാരുകൾ. അതല്ലാതെ പണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് കൈക്കൂലിയായിട്ടാണ്. അല്ലാതെ പറയട്ടെ, മുഖ്യമന്ത്രി പറയട്ടെ, അല്ലാതെ പരസ്യമായിട്ടല്ലാതെ, പരസ്യത്തിലല്ലാതെ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മാധ്യമങ്ങൾ കാണിക്കുന്ന തെറ്റല്ല. അല്ലാതെ പറയട്ടെ, അത് പറയട്ടെ, അതേത് മാധ്യമമാണ്? അത് പറയട്ടെ, പറയട്ടെ, മുഖ്യമന്ത്രി പറയട്ടെ, അങ്ങനെ കൊടുക്കണം. ഞാൻ പറയുന്നത് ഇത് സർക്കാരിന്റെ പൈസ എടുത്തല്ലേ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മാധ്യമങ്ങളെ അടച്ചാക്ഷേപിക്കലല്ലേ പൊതുവെ? അല്ല, നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് പറയട്ടെ. അല്ല, നമ്മൾ പരസ്യം വായിക്കാറുണ്ട്. പരസ്യം അല്ല, പരസ്യം വായിക്കുന്നത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പരസ്യം വായിക്കാതെ എങ്ങനെ കാശ് കൊടുക്കാൻ അന്വേഷിക്കുന്നു. തെളിവുണ്ടോ? അല്ല, ഞാൻ മുഖ്യമന്ത്രി പറയട്ടെ, അപ്പോൾ ഞാൻ തെളിവ് ഹാജരാണ്. അല്ല, അപ്പൊ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതുപോലെ തന്നെ താങ്കൾ ഇങ്ങനെ വെറുതെ രസത്തിന് പറയുന്നു. മുഖ്യമന്ത്രി പറയട്ടെ, നിങ്ങൾ എങ്ങനെ അഴിമതി ആരോപണം ഉന്നയിച്ചതുപോലെ ദേശത്തിന് പറയുന്നത്? അഴിമതി ആരോപണം തെളിയിക്കാൻ എല്ലാ ആരോപണങ്ങളും തെളിയിക്കും. എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്ക് പൊതുവെ നാണക്കേടല്ലേ ഇങ്ങനെ പറയുന്നത്? മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, കൃത്യമാണ് ചോദ്യം. ചോദ്യം കൃത്യമാണ്. അതിന് ഉത്തരം പറയട്ടെ മുഖ്യമന്ത്രി. എന്നാൽ ഞാൻ ബാക്കി മുഖ്യമന്ത്രിയുടെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് മൊത്തത്തിൽ നാണക്കേടല്ലേ? പ്രോഗ്രാം ഒന്നും അല്ലല്ലോ. അന്ന് ചോദിക്കുന്നു, മുഖ്യമന്ത്രി പറയുന്നു. അല്ലെ, ഒരു തെളിവ് വേണ്ടേ? ഇന്ന് ഇപ്പൊ മാധ്യമങ്ങളെ കൂടെ പ്രതിക്കൂട്ടിൽ നിർത്തി താങ്കളുടെ ചോദ്യം മറുപടി അർഹിക്കുന്നില്ല. അത് ഞാൻ മറുപടി പറയാം. അത് തന്നെയാണ് തിരിച്ചും പറയാം മുഖ്യമന്ത്രി പറയാൻ പോകുന്നത്. താങ്കളുടെ ചോദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കളും നിരന്തരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് സർക്കാരിനെതിരെ. നിയമസഭയ്ക്കകത്തും പുറത്തും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഒന്നും എവിടെയും എത്തിയില്ല. മാധ്യമ സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി, ഇ ഡിയുടെ സഹായത്തോടു കൂടിയൊക്കെ കളിക്കുന്ന കളിയുണ്ട്. അത് വേറെ. അതുകൂടാതെ പ്രതിപക്ഷ നേതാവ് സ്വന്തം നിലയിലും കോൺഗ്രസ് MLA-മാരും നേതാക്കളും സ്വന്തം നിലയിലും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുക പതിവാണ്. പക്ഷേ എവിടെയും എത്താറില്ല എന്ന് മാത്രമേ ഉള്ളൂ. 2 ദിവസം മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം നൽകും. 3-ാം ദിവസം അത് തകർന്നു വീഴും. ചില ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ കോടതിയിലേക്ക് പോയിട്ടുണ്ട്. 1 അല്ല 2. കോടതിയെടുത്ത് ചവറ്റുകൊട്ടയിൽ ഇട്ടു എന്നതും നാം കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ മാത്യു കോഴനാടൻ ഒരു ആരോപണവുമായി പോയിരുന്നു വിജിലൻസ് കോടതിയിൽ. അവിടെയും തിരിച്ചടി നേരിട്ടു. അതിനെതിരെ അപ്പീൽ പോയി ഹൈക്കോടതിയിൽ. അവിടെയും തിരിച്ചടി നേരിട്ടു. AI ക്യാമറയുമായി ബന്ധപ്പെട്ടാണ് വി ഡി സതീശൻ ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതി അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്നും. മാസങ്ങൾ പലത് കഴിഞ്ഞു. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് പോയില്ല വി ഡി സതീശൻ. പോയാൽ എന്ത് സംഭവിക്കുമെന്ന് വി ഡി സതീശന് തന്നെ അറിയാം. കാരണം കഴമ്പില്ലാത്ത ആരോപണമാണ് ഉന്നയിക്കുന്നത്. മാധ്യമങ്ങളിൽ 1-2 വാർത്ത വരണം. ഒരു ആരോപണത്തിന് നിഴലിൽ സർക്കാരിനെ നിർത്തണം. ഇതാണ് ആവശ്യം.
പക്ഷേ സമ്മർദ്ദങ്ങൾ ഉയരും. മാധ്യമങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് താങ്കൾ കോടതിയിൽ പോകുന്നില്ല എന്ന്. ആ ചോദ്യം ചോദിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടാൻ താൽക്കാലികമായി കോടതിയിൽ പോകും. കോടതിയിൽ പോയാൽ കേസ് അനന്തമായി നീളുമെന്നാണ് വി.ഡി. സതീശനും കോൺഗ്രസ് MLA-മാരും ഒക്കെ കരുതുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കോടതി കേസ് വേഗം പരിഗണിക്കുകയും അപ്പോൾ തന്നെ കേസെടുത്ത് ചവറ്റുകൊട്ടയിൽ ഇടുകയും ചെയ്യുന്ന സ്ഥിതി നമ്മുടെ മുന്നിൽ എത്രയോ ഉണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലം സർക്കാരിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞോ എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ തന്നെയാണ് വി.ഡി. സതീശനോട് ചോദിച്ചത്. അത് പ്രേക്ഷകർ കേട്ടിട്ടുമുണ്ടാകും. കാരണം ഒരു ആരോപണവും എവിടെയും എത്തിയില്ല. വെറുതെ ആരോപണം ഉന്നയിക്കുക എന്നതിനപ്പുറത്തേക്ക് കൃത്യം തെളിവുകൾ വെച്ച് കോടതിയിൽ വിശദീകരിച്ച് കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു ഉത്തരവ് പോലും വാങ്ങിയെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നോർക്കണം. അത്രമാത്രം സംശുദ്ധതയോടുകൂടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോ അല്ല, ഹൈക്കോടതി തന്നെയാണ്. നിരവധി ആരോപണങ്ങളുമായി ഹൈക്കോടതിയിൽ എത്തിയിട്ടും ഒന്നും എവിടെയും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാക്കാം, സർക്കാർ സുതാര്യതയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. പക്ഷെ പ്രതിപക്ഷമാണ്, പ്രതിപക്ഷത്തിന് എന്തെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞോട്ടെ എന്നാണ് മുഖ്യമന്ത്രി പലപ്പോഴും പറയുന്നത്. പ്രതിപക്ഷമല്ലേ, അവർക്ക് ചിലതൊക്കെ പറയണ്ടേ, പറഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് അതിനെ അവഗണിക്കുകയാണ് ചെയ്യാറ് എപ്പോഴും ഭരണപക്ഷ നേതാക്കളും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ. അപ്പോഴും ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷേ ഇന്നത്തെ ആരോപണത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആരോപണം ഉന്നയിക്കുന്നു, മുഖ്യമന്ത്രിക്കെതിരെയാണ് ആരോപണം, മാധ്യമങ്ങൾക്ക് പണം നൽകുന്നു എന്ന്. മാധ്യമങ്ങൾ പണം വാങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേക്കുറിച്ച് മിണ്ടുന്നില്ല. മാധ്യമങ്ങൾ കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചും മറുപടിയില്ല. മുഖ്യമന്ത്രി പറയട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് വി.ഡി. സതീശൻ ചെയ്യുന്നത്. ഒരു ആരോപണം ഉന്നയിക്കുക, അപ്പോൾ തന്നെ ആ നിമിഷം തന്നെ അത് പൊളിഞ്ഞു വീഴുക. ആ റെക്കോർഡ് കൂടി ഇനി വി.ഡി. സതീശന്റെ സ്വന്തമാണ്.